ഏറ്റവും വലിയ ഒറ്റകക്ഷിയല്ലെങ്കിലും കർണാടകയിലെ വിജയപുര സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. വാർഡ് നമ്പർ 34-ൽ നിന്നുള്ള അംഗമായ മഹിജാബിൻ അബ്ദുൾ റസാഖ് ഹോട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വാർഡ് നമ്പർ 18-ൽ നിന്നുള്ള ദിനേശ് ഹള്ളി ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. മേയർ സ്ഥാനം ജനറൽ വിഭാഗത്തിനും ഡെപ്യൂട്ടി മേയർ ST വിഭാഗത്തിനും സംവരണം ചെയ്ത കോർപ്പറേഷനിൽ ST വിഭാഗത്തിൽ നിന്നും അംഗങ്ങളില്ലാത്തതും BJPക്ക് തിരിച്ചടിയായി. ഇതോടെ ഭരണസമിതിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. BJP കൗൺസിലർ രശ്മി ബസവരാജ് മേയർ സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചിരുന്നു. 2022 ഒക്ടോബറിൽ വിജയപുര കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ നേടിയ കോൺഗ്രസ് AIMIMൽ നിന്നുള്ള 2 കൗൺസിലർമാരുടെയും ഏക ജനതാദൾ അംഗത്തിന്റെയും 5 സ്വതന്ത്രരുടെയും പിന്തുണ ഉറപ്പാക്കിയാണ് ഭരണം പിടിച്ചത്. കോൺഗ്രസ് MLAമാരായ MP പാട്ടീൽ, വിത്തൽ കടക്ദോണ്ട്, MLCമാരായ സുനിൽ ഗൌഡ പാട്ടീൽ, പ്രകാശ് റാത്തോഡ് എന്നിവരും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകൾ നേടിയ BJPയുടെ അംഗബലം അടുത്തിടെ കൗൺസിലർ വിജയകുമാർ ബിരാധാറിന്റെ നിര്യാണത്തെ തുടർന്ന് 16ആയി കുറയുകയും ചെയ്തു. സംസ്ഥാന തലത്തിൽ തങ്ങളുമായി സഖ്യത്തിലുള്ള JDS അംഗം കോൺഗ്രസിന് വോട്ട് ചെയ്തതും BJPക്ക് തിരിച്ചടിയായി. മേയറെയും ഡെപ്യൂട്ടി മേയറെയും തെരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി യോഗം ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ചപ്പോൾ തന്നെ BJP അംഗങ്ങളിൽ ഒരാൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന റീജിയണൽ കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കമ്മീഷണർ ഈ ആവശ്യം പരിഗണിക്കാൻ വിസമ്മതിക്കുകയും തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി. ഇതോടെ വിജയപുര MLA ബസനഗൌഡ പാട്ടീൽ യത്നലും MP രമേശ് ജിഗജി നാഗിയും ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു. എന്നാൽ അംഗങ്ങളോട് കൈകൾ ഉയർത്താൻ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഓഫീസർ വോട്ടെടുപ്പ് പ്രക്രിയ തുടരുകയും മഹേജാബിൻ അബ്ദുൾ റസാഖ് ഹോട്ടിയെയും ദിനേശ് ഹള്ളിയെയും യഥാക്രമം മേയറായും ഡെപ്യൂട്ടി മേയറായും പ്രഖ്യാപിക്കുകയായിരുന്നു.